ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അതെ, ഞാൻ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കറിക്ക് കിട്ടുന്ന ആ മീനിനെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് കൂട്ടുകാർ പറയുന്നത്, അതായത് നമ്മൾ വെളിയിൽ വെച്ച് കാണുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലെ വിശേഷങ്ങളൊന്നും നിങ്ങൾ വീഡിയോ വഴി കാണിക്കണ്ട, അത് ശരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയില്ല, പല ആൾക്കാർ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാത്രം വീട്ടിൽ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും വൈരാഗ്യമോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇന്ന് ജൂലൈ 24-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അതിനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അഭിപ്രായം കൂടെ പറയണേ. നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ കാണിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നവരെയാണ് കേട്ടോ ഇത് ഈ കാണുന്നത്. ചിലപ്പോൾ നമ്മുടെ വേറെ സ്ഥലങ്ങളിലൊക്കെ ചെങ്കലവ എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചെങ്കലവ എന്നൊരു പേരൊന്നുമില്ല കേട്ടോ. നവര മീനിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, അതായത് നമ്മുടെ മഞ്ഞ ഷെയ്ഡൊക്കെ വരുന്ന ആ ചെന്നവരെയാണ് കേട്ടോ ഇത്. ഇന്ന് ജൂലൈ 25-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ കുറവ് തന്നെയാണ്. ഈ കാണുന്നത് വട്ടക്കണ്ണി പാരയാണ് കേട്ടോ, വട്ടക്കണ്ണി പാരയാണ്. ഈ ഒരു മീനിന് മാത്രം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഏകദേശം 150 രൂപ വില വരുവേ ഈ വട്ടക്കണ്ണിക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടിയത് നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ നെത്തോലി മീൻ നമ്മൾ പീര വറ്റിച്ചതാണ് കേട്ടോ ഇത്. നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമെന്നറിയില്ല, പീര വറ്റിച്ച നമ്മുടെ നെത്തോലി മീനാണ്. പിന്നെ പപ്പടവും, അതുപോലെ പപ്പടമുണ്ട്, പിന്നെ രസം. അപ്പോൾ ഇയാൾ മൂത്ത ആളാണ് കേട്ടോ, ഇയാൾ മൂത്ത ആളാണ്. പേര് പറഞ്ഞു കൊടുത്തേ, ആൻ മൈക്കിൾ എന്നാണ് പേര്. അപ്പോൾ ഇയാൾക്ക് ചെറിയൊരു പനി ഉള്ളത് കാരണം സ്കൂളിൽ പോകാതെ ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടുകാർ പറയും, ചേട്ടാ എന്താ ഒരുപാട് മീനൊക്കെ ചേട്ടൻ കഴിക്കുന്നത്, ചോറ് കുറവാണല്ലോ. എന്നാൽ നമ്മൾ കപ്പ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ കപ്പ കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് മീൻ ഒരുപാട്, കപ്പ കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇറച്ചിയോടൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല, എപ്പോഴും മീൻ തന്നെയാണ്. സൺഡേ ആയാൽ പോലും മീനായിരിക്കും ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൽ 2 മീനിൻ്റെയും ടേസ്റ്റിനെ പറ്റി നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കാദ്യം നമ്മുടെ ചെന്നവര മീനെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാമേ. ഫ്രഷാണ് കേട്ടോ. എനിക്ക് ഐസ് മീൻ കഴിക്കുന്ന, ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല, വിഴിഞ്ഞത്ത് വരുന്ന ലൈവ് മീൻ വാങ്ങിച്ചാണ് നമ്മൾ ഫ്രൈയോ കറിയൊക്കെ ചെയ്ത് കഴിക്കുന്നത്. ഇപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, അതിലൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുന്ന ആ ഒരു ടീമല്ല നമ്മൾ. നമ്മുടെ കൂട്ടുകാർ വാങ്ങിച്ച് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാർ തന്നെ കമൻറ്റ് ചെയ്യണേ. പിന്നെ വന്നിട്ട് നമ്മുടെ വട്ടക്കണ്ണിപ്പാര, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത 2 മീനുകളാണ് ഈ കാണുന്നത്. വട്ടക്കണ്ണിപ്പാരയാണ്. അപ്പം ഇതിൻ്റെ ടേസ്റ്റും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ നെത്തോലി, പീര വറ്റിച്ചെന്നാണ് പറയുന്നത് നെത്തോലി. അപ്പം ഇത് വെള്ളരി നെത്തോലിയാണ്. വെള്ളരി നെത്തോലിയുടെ ഒരു പ്രത്യേകത നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം, കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകും കേട്ടോ. മറ്റ് നെത്തോലി മീനെ പോലെ അല്ല. ഞാൻ 4-5 വെറൈറ്റി നെത്തോലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. പീര വറ്റിച്ച് നെത്തോലി മീൻ കഴിച്ചു നോക്കാം. ഒന്നും പറയാനില്ല, അടിപൊളി, നല്ല ടേസ്റ്റാണ്. നമ്മുടെ കൂട്ടുകാർ വാങ്ങിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇതുപോലുള്ള ഒരു വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്ത് നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ എത്തിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മുടെ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അല്ലേ മോള് കഴിക്കും കേട്ടോ. ഇത് ഈ വീഡിയോയ്ക്ക് ശേഷം മോള് തന്നെയാണ് കഴിക്കുന്നത്, നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നതാണ്. ഓക്കെ അല്ലേ മോളെ? അപ്പോൾ എല്ലാവർക്കും ബൈ.